ഇയാളിനി മദ്യപിക്കാൻ പാടില്ല, ഇയാളിനി സ്മോക്ക് ചെയ്യാൻ പാടില്ല, ഈ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അതായത് ഫ്രണ്ട്സായിട്ട് കറങ്ങുന്ന പരിപാടികൾ അങ്ങനെ പോയിട്ട് ലേറ്റ് നൈറ്റ് കാര്യങ്ങളൊന്നും പറ്റില്ല. അഡ്മിഷൻ ഏകദേശം 12 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഈ 12 ദിവസത്തിൽ തന്നെ എൻ്റെ ശരീരത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി. 12 ദിവസത്തിലേക്കൊന്നും പോകണ്ട, ഓരോ ദിവസവും ഡോക്ടർ വന്ന് ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ ചുമ ഉണ്ടോ? ഞാൻ പറഞ്ഞു കുറവുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലങ്സിന് ചുറ്റും ഇൻഫെക്റ്റഡ് ഫ്ലൂയിഡായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടാബ്ലറ്റ് വഴി നമുക്കിതിനെ യൂറിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, പക്ഷെ അതിന് സമയമെടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫ്ലൂയിഡ് കളഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ശരീരത്തിനെ ബാധിക്കും, ചിലപ്പോൾ ക്ഷീണം വരും, ചിലപ്പോൾ തളർന്ന് വീഴും. സോ നമുക്ക് കുത്തിയെടുക്കാം. അങ്ങനെ ഒരു വഴിക്ക്, അതായത് എൻ്റെ ലങ്സിൽ നിന്ന്, എൻ്റെ പുറത്തുനിന്ന് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കും. ഏകദേശം എൻ്റെ അറിവിൽ ഒരു 4.5 ലിറ്ററോളം ഒരു ദിവസം തന്നെ എടുത്തിട്ടുണ്ട്. അത്രയും ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുന്ന, അരക്കിണർ മുതൽ വേപ്പൂർ വരെ ഡെയിലി നടക്കുന്ന, അരക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വേപ്പൂരേക്ക് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററിന് അടുത്തുണ്ടാവും. ഡെയിലി അത്രയും നടക്കുന്ന, വർക്കൗട്ട് ചെയ്യുന്ന, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമായിരുന്നു, പുഷപ്പ് എടുക്കുമായിരുന്നു, ഓടുമായിരുന്നു ഞാൻ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മുതലാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഏകദേശം ഡയറ്റ് ചെയ്തിട്ട് 71 kg വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചുമ തുടങ്ങിയതിന് ശേഷം എൻ്റെ വർക്കൗട്ടൊക്കെ പോയി, ഒന്നും ചെയ്യാൻ പറ്റാതായി. എൻ്റെ വെയിറ്റ് 77 ആയി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പം എൻ്റെ വെയിറ്റ് 77 കിലോ ആയിരുന്നു. ഈ 77 കിലോന്ന് ഫ്ലൂയിഡ് എടുത്ത് ഞാൻ എത്തിയ വെയിറ്റാണ് 62 കിലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഇൻഫെക്ഷൻ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ തന്നെ എൻ്റെ ലങ്സിന് മുഴുവനാണ് ഈ ഫ്ലൂയിഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് കിഡ്നിയിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു, അത് ലിവറിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു, അത് മൊത്തത്തിൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ക്യൂറബിളായിരുന്നു. അതായത് അവർ നേരത്തെ ഇത് കണ്ടെത്തിയത് കൊണ്ട് മെഡിസിൻ കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് അറിഞ്ഞു. അതല്ലായിരുന്നുവെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അങ്ങനെ എൻ്റെ നീര് മുഴുവൻ പോകുന്നതിനനുസരിച്ച് എൻ്റെ ശരീരം മെലിഞ്ഞു വന്നു. അത് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ബബ്ലിയായിരുന്നു. എൻ്റെ ഫേസ് ആയാലും എൻ്റെ കവിളായാലും അത് ഒട്ടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ ആരോടും വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സമൂസ കഥയിലെ കുറച്ച് പിള്ളേർ, അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കിടന്നു എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ആരോ കൂടെയുള്ള അത്രയും അടുത്തിട്ടുള്ള ആർക്കോ അപകടം പറ്റിയ പോലെയാണ് അവർക്ക്. അങ്ങനെയാണ്, അത്രയും അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അവരിൽ കുറച്ച് ആൾക്കാർ എന്നെ വന്ന് കാണുന്നു, അല്ലാതെ വേറൊരു ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഞങ്ങൾ ഈ ഒരു വിഷയം അറിയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ബേപ്പൂർ പല ആൾക്കാരുടെ അടുത്തേക്കും സ്പ്രെഡായിരുന്നു. കണ്ണന്, ഞാനാണ് കണ്ണൻ, എന്നെ ബേപ്പൂർ ഭാഗത്തൊക്കെ കണ്ണനാണ് വിളിക്കുക. കണ്ണന്, ബേബി മാഷ മോൻ കണ്ണന് ക്യാൻസറാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളെങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ഞാൻ. പക്ഷെ അതെങ്ങനെയാണ് ആളുകൾ അറിഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഞാൻ ബേപ്പൂർ ഈ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് 1 മാസത്തോളം റെസ്റ്റ് എടുത്ത് ബേപ്പൂരേക്ക് എന്തോ ആവശ്യത്തിന് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ അഡ്മിറ്റായ കാര്യം മുതലേ സ്പ്രെഡാണ്. മനസ്സിലായോ? സോ അത്രത്തോളം അവിടെ മറ്റ് രീതിയിലുള്ള കഥകൾ പരന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും എനിക്ക് വരുന്ന മാറ്റങ്ങൾ ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്തിരുന്നു. എൻ്റെ മെഡിസിൻസ്, എനിക്ക് ഇൻസുലിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് നല്ല ഷുഗറുണ്ട്, ഏകദേശം 350+, 400 ഒക്കെ അച്ഛന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അച്ഛൻ നോർമലാണ്. അന്ന് ആ കാലത്തൊക്കെ അച്ഛൻ നന്നായിട്ട് ചോറുണ്ണുമായിരുന്നു,
പിന്നെ വ്യായാമം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. സോ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ പാരമ്പര്യമാണ് എന്ന ഒരു കാരണം കൊണ്ട് എന്നിലേക്കും വരാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വളരെ ചെറുപ്പം മുതലേ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മധുരം ഞാൻ കഴിക്കാറില്ല. എൻ്റെ ഓർമ്മയിലൊരു 20 ഇയേഴ്സായിട്ട് ഞാൻ മധുരട്ട ചായ കുടിക്കാറില്ല. എവിടെ നിന്നും ഞാൻ മധുരം കഴിക്കാറില്ല. ബേക്കറി പലഹാരങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും എരിവുള്ളതൊക്കെ കഴിക്കും എന്നല്ലാതെ ഞാൻ മധുരമുള്ള ഒന്നും കഴിക്കാറില്ല. എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല. ഗോതമ്പ് ഞാൻ അധികം പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് കൊറോണയുടെ സമയത്ത് എനിക്ക് ചില വേരിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊന്ന് പുറത്ത് പോയി നടക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിൽ നിന്ന് കാണിച്ചു. മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ മെഡിസിൻ കഴിച്ചില്ല. ഞാൻ വർക്കൗട്ട് മാത്രം ചെയ്തു, ഭക്ഷണം കൺട്രോൾ ചെയ്തു. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഭക്ഷണം കഴിക്കാതെ, രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 118 എനിക്ക് ഉണ്ടാവാറുള്ളൂ. ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പം ഡോക്ടർമാർ സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യുന്നത് എന്താണ്, ബ്ലഡ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു പൾമണോളജി ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്തിരുന്നു. അന്ന് ഷുഗർ ചെക്ക് ചെയ്തിരുന്ന ഷുഗർ എത്തിയപ്പോൾ 118 ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ അഡ്മിറ്റായ സമയത്ത് HbA1c നോക്കും. നമ്മളെ 3 മാസത്തെ ഷുഗറിൻ്റെ വാല്യൂ നോക്കുന്ന സമയത്ത് സാധാരണ ഒരു മനുഷ്യന് വരേണ്ടത് 6ൽ താഴെയാണ്. പക്ഷേ എനിക്കുണ്ടായിരുന്നത് 12 ആണ്. 12 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയും ഭീകരമായിട്ട് ലൈഫിനെ ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരാൾക്ക് വരേണ്ട ഒരു സാധനമാണ്. അതിന് ഒരു കാരണമുണ്ട്. അതായത് എന്നെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ടും കൊണ്ട് എൻ്റെ വൈഫും എൻ്റെ അളിയനും എൻ്റെ ചേച്ചിയും ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ, രാജേഷ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം, പക്ഷേ സമയമെടുക്കും, മാസങ്ങളെടുക്കും. എനിക്കൊരു ഉറപ്പ് തരണം, ഇയാളിനി മദ്യപിക്കാൻ പാടില്ല, ഇയാളിനി സ്മോക്ക് ചെയ്യാൻ പാടില്ല, ഈ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അതായത് ഫ്രണ്ട്സായിട്ട് കറങ്ങുന്ന പരിപാടികൾ അങ്ങനെ പോയിട്ട് ലേറ്റ് നൈറ്റ് കാര്യങ്ങളൊന്നും പറ്റില്ല, വീട് വിട്ടിട്ട് അധികം സഞ്ചരിക്കാൻ പറ്റില്ല. സോ ആ ഒരു ഉറപ്പ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അളിയൻ പറഞ്ഞു, ഈ പറഞ്ഞതൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല അയാൾ. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, ഇന്ന് വരെ ഞാൻ സ്മോക്ക് ചെയ്തിട്ടില്ല, യാതൊരു തരത്തിലുള്ള ഒരു സോ കോൾഡ് ബാഡ് ഹാബിറ്റ്സും എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടില്ല. അത് വളരെ ചെറുപ്പം മുതലേ ഞാൻ ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പുറത്തും കാണില്ല. കാരണം ഞാൻ എത്ര മീറ്റിങ്ങിന് എന്തൊക്കെ കാര്യത്തിന് പോയാലും ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തും. പ്രത്യേകിച്ച് മോൻ ഉള്ളതുകൊണ്ടും അവൻ്റെ കൂടെ കളിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കണ്ടിട്ടോ സീരീസ് കണ്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ ഇരിക്കും എന്നല്ലാതെ ഞാൻ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പുറത്ത് ഇറങ്ങുന്ന, എനിക്ക് ഫ്രണ്ട്സും വളരെ കുറവാണ്. സോ ഈ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് HbA1c 12 വരുന്നത്? ഇതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ബ്രാഞ്ചസിലുള്ള ഡോക്ടർമാർ നമ്മളെ കാണാൻ വേണ്ടി വരുമല്ലോ. അങ്ങനെ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്നൊരു ഡോക്ടർ, ജനറൽ മെഡിസിൻ ആണ് അദ്ദേഹം, ഡയബറ്റിക് ഭാഗത്തേക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം ജസ്റ്റ് റൂമിലേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നഴ്സിനോട് ചോദിച്ചു, റൂം മാറിയോ? ഇല്ല, ഇത് തന്നെയാണ്. അപ്പോൾ ആൾ വീണ്ടും അകത്തേക്ക് വരും. എന്നിട്ട് ശ്രീശ്യാം, എൻ്റെ പേര് ശ്രീശ്യാം എന്നാണ്. ഞാൻ പറഞ്ഞു ഞാനാണ്. അയാൾ നഴ്സിനോട് ചോദിച്ചു, ഇയാളാണോ പേഷ്യൻ്റ്? ഇതൊരു ചെറുപ്പക്കാരനല്ലേ? അപ്പോൾ എൻ്റെ റിസൾട്ട് കണ്ട ഡോക്ടർ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു 62 വയസ്സുള്ള ഒരാളെയാണ്. കാരണം അങ്ങനെ ഒരാൾക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ റിസൾട്ട് വന്നു എന്നുള്ളതാണ് അവരുടെ അന്വേഷണം. അതിൽ നിന്ന് കണ്ടെത്തിയത് ഞാൻ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെറോയിഡ് മരുന്ന് എൻ്റെ ഷുഗർ സ്പൈക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 400ൻ്റെ മുകളിലേക്ക് ഷുഗർ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടി ആയിരിക്കാം എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. കിഡ്നിയിലേക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ബാക്കിയുള്ള എല്ലാം എവറിത്തിങ്, എൻ്റെ തല മുതൽ പെരുവിരൽ വരെയുള്ള എല്ലാം ചെക്ക് ചെയ്തു.
എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇൻഷുറൻസ് എടുത്തു എന്നതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ആധാരം ഇപ്പോഴും സേഫാണ്. അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഫുൾ ചെക്ക് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു, ഡോക്ടറിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ മധുരം കഴിക്കാറില്ല, ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ, ഇത്തരത്തിലുള്ള മറ്റേ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലിലൂടെ അതിന് മാറ്റിയെടുക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ നന്നായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ നോർമൽ ആവണമെങ്കിൽ ഇൻസുലിൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻസുലിൻ കുറച്ച് പ്രശ്നമാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഡയറക്റ്റ് നമ്മൾ കുത്തി വെക്കുന്നു എന്നതായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഇൻസുലിൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഷുഗർ അത്രയും കൂടുതലാണ്. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഇൻസുലിൻ യൂസ് ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ഡോക്ടറെ കണ്ടപ്പം ഇൻസുലിൻ ഒഴിവാക്കി. കാരണം ഇന്നലത്തെ എൻ്റെ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിൽ 92, ഭക്ഷണം കഴിച്ചിട്ട് 117, അതാണ് എൻ്റെ ഷുഗർ. ഇൻസുലിൻ ഒഴിവാക്കി, ടാബ്ലറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ടാബ്ലറ്റിലൂടെ നമുക്കിതിനെ ഗ്രാജുവലി കൊണ്ടുവന്ന്, കാരണം എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇൻറ്റേർണൽ ഓർഗൻസിന് കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു 45 മിനിറ്റ് വൈകുന്നേരം അങ്ങോട്ട് കൊണ്ട് നടക്കാം. പിന്നെ അധികം സ്ട്രെയിനുള്ള ഒരു സാധനം ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അതല്ല, ഞാൻ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹെൽത്ത് എൻ്റെ കയ്യിലാണ്, എനിക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ ഒരു ഉറപ്പ് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ്ട്രോ ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ഗ്യാസ്ട്രോൻ്റെ ഡോക്ടർ എൻഡോസ്കോപ്പിക്ക് എഴുതി, എൻ്റെ സ്റ്റൊമക്ക് എൻഡോസ്കോപ്പി ചെയ്തു. ആ എൻഡോസ്കോപ്പിയിൽ തിരിച്ചറിയാൻ പറ്റിയൊരു സാധനമുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കക്കാരനൊരാൾ, അതായത് എന്നിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണം 2ആണ്. ഒന്നുകിൽ പോസ്റ്റ് കൊറോണ, അതായത് എനിക്കൊരു കൊറോണ വന്നിരുന്നു. ആ കൊറോണ വന്നിട്ട് എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടാക്കി. ആ ഡാമേജിൻ്റെ ഭാഗമായിട്ട് മെല്ലെ മെല്ലെ ഇൻഫെക്ഷൻ വന്നത് ഫ്ലൂയിഡായി, അങ്ങനെയാവാം. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അങ്ങനെ വലിയ പനിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ ചുമയൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ആ ജനറൽ മെഡിസിൻ്റെ അടുത്ത് പോയി ആ പയ്യൻ എനിക്ക് ഗിഫ്റ്റ് തന്ന പനി, അതാണ് എനിക്ക് ലാസ്റ്റ് വന്നത്. അല്ലാതെ എനിക്ക് വേറെ പനികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതാവാനുള്ള സാധ്യതയില്ല. പിന്നുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടീരിയൽ പൈലറി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സാധനമാണ്. അതിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ സ്റ്റൊമക്കിലുണ്ടായിരുന്നു. അതെങ്ങനെ ഒരു മനുഷ്യനിലേക്ക് വരാം എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള റിസർച്ചും ചെയ്തു. അതിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, പച്ചവെള്ളത്തിൽ നിന്നാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഞാൻ പച്ചവെള്ളം കുടിക്കുന്ന ഒരാളല്ല. ഒന്നിക്ക് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ. അല്ലാതെ പച്ചവെള്ളം ഞാൻ കുടിക്കാറില്ല. ഈവൻ പല്ല് തേക്കുമ്പോൾ പോലും പച്ചവെള്ളം ഞാൻ എടുക്കാറില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നിലേക്ക് ഇങ്ങനെ ഒരു സാധനം വരുന്നത്? ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാലും ഞാൻ സാധാരണ കൈ കഴുകുമ്പോൾ മാത്രമേ പച്ചവെള്ളം ഉപയോഗിക്കുള്ളൂ. ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വാ കഴുകില്ല. ഒന്നുകിൽ മിനറൽ വാട്ടർ വാങ്ങിയിട്ട് വാ കഴുകും, അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നതിന് ശേഷം വാ കഴുകും എന്നല്ലാതെ ഹോട്ടലിൽ നിന്ന് വെള്ളം എടുത്ത് ഞാൻ വാ കഴുകാറില്ല. അത്രയും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നതിന്, നമ്മുടെ വീട്ടിലത്തെ വെള്ളം നമുക്ക് വിശ്വാസമാണ്, പക്ഷേ ഹോട്ടലിലെ വെള്ളം നമുക്കറിയില്ല ഏത് ടാങ്കിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഡോക്ടർ പറയുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈ കഴുകിയാൽ മതി, അതല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഒരു സാധനം വരും. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ലൈഫ് ടൈം മുഴുവൻ അത് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ചില ആളുകളിൽ മൂപ്പര് പണി തുടങ്ങും. എന്നിൽ ചിലപ്പോൾ അതൊരു അസിഡിക് റിഫ്ലക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ റിഫ്ലക്സ് ജേർഡായിട്ട് എന്നിൽ വന്നതാവാം. ആ ജേർഡിൻ്റെ ഇൻഫെക്ഷൻ ലങ്സിനെ ബാധിച്ചതാവാം. ആ ഇൻഫെക്ഷൻ കൊണ്ട് ഫ്ലൂയിഡ് വന്നതാവാം. ആ ഫ്ലൂയിഡ് ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചതാവാം. ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചപ്പോൾ അത് ഹാർട്ടിൽ എഫക്റ്റ് ചെയ്തു. ഹാർട്ടിൻ്റെ പമ്പിങ് കൺട്രോൾഡായി കുറഞ്ഞു. ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്ന സമയത്ത് നമ്മൾക്ക് ഓക്സിജൻ ഇൻടേക്ക് കുറയും. അങ്ങനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താം. ശ്വാസം മുട്ടൽ, കിതപ്പ്,
ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടാവാം. സോ അപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി ആയി, എൻ്റെ പ്രോബ്ലം ഇതാണ്. ആ പീക്കിരി സാധനം, അതായത് നമ്മളെ കണ്ണുകൊണ്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്ത എച്ച് പൈലറി എന്ന് പറയപ്പെടുന്ന ആ സാധനം എൻ്റെ ശരീരത്തിലേക്ക് കടന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സാധനം ഉണ്ടായത്. ഇപ്പം ഹാർട്ടിന് ഇങ്ങനൊരു ഫങ്ഷൻ പ്രോബ്ലം ഉണ്ടായി എന്ന് ഡോക്ടർ പറഞ്ഞപ്പം അപ്പോഴും ഡോക്ടർ ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞ 3 വിഷയങ്ങളാണ്. ഒന്ന്, ഇൻഫെക്ഷൻ കൊണ്ട് നിങ്ങളുടെ ഹാർട്ടിനെ ബാധിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻഫെക്ഷൻ ക്ലിയർ ആവുന്നതിനനുസരിച്ച് ഹാർട്ട് നോർമലാവും. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ബ്ലോക്ക് വന്നിരിക്കാം. ബ്ലോക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് റിമൂവ് ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി ലൈഫ് മാറ്റിയെടുക്കണം. ഈ 3 പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയണം, എന്നിട്ടേ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ടെൻഷൻ അടിക്കാൻ അത് മതിയല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, പാരമ്പര്യമായിട്ട് വന്നൊരു സാധനമാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് ബ്ലോക്കില്ല, ഹാർട്ട് ഇസ് ഹെൽത്തി. പിന്നെ പാരമ്പര്യമായിട്ട് വന്നൊരു സാധനമല്ല. മൂപ്പരുടെ പ്രശ്നം എൻ്റെ ലങ്സിന് ചുറ്റുമുള്ള ഇൻഫെക്ഷൻ തന്നെയായിരുന്നു. സോ ധൈര്യമായിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കിനി മരുന്ന് കഴിക്കാം. ഇൻഫെക്ഷൻസ് കുറേ യൂറിനേറ്റ് ചെയ്ത് ഞാനൊരു ദിവസം 2 ലിറ്റർ 2.5 ലിറ്റർ മൂത്രമൊഴിക്കുമായിരുന്നു. ഫുൾ ഈ ഫ്ലൂയിഡാണ് മൂത്രമൊഴിക്കുന്നത്, അത് അളവ് വേണം. ഓരോ പ്രാവശ്യം മൂത്രമൊഴിക്കുമ്പോൾ 300 ml 400 ml അളവ് എഴുതി വെക്കണമായിരുന്നു. വെള്ളം 1 ലിറ്ററേ കുടിക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം. സ്റ്റിൽ ഇന്ന് പോലും എൻ്റെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് 1 ലിറ്ററാണ്. ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ലൂസാവും. സ്കിന്ന് ലൂസാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരം കാണാൻ. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കുറച്ച് കാലം കൂടി അങ്ങനെ നിന്നേ പറ്റൂ. സോ 1 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഞാൻ കുടിക്കുന്നത്. ഇപ്പം എനിക്ക് ശീലമായി, എനിക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി ഞാനൊരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മാറ്റിയെടുത്താൽ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് എൻ്റെ സ്റ്റേജ്, എൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ പല വേർഷൻസ് നമ്മൾ പറഞ്ഞു. അതായത് എൻ്റെ അമ്മ വിശ്വസിക്കുന്നു ജ്യോത്സ്യം പറഞ്ഞതുപോലെ എന്നിലൊരു ബാധ കയറിയത് കൊണ്ടാണ് എനിക്ക് അസുഖം വന്നത്. അതിൽ തന്നെ ആ ബാധ എന്നിലേക്ക് വരാനുള്ള കാരണം ചിലപ്പോൾ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുള്ള ഈ ഒരു മോതിരമായിരിക്കാം, അമ്യുലറ്റായിരിക്കാം എന്ന് നമ്മൾ സംസാരിച്ചു. ഇപ്പം ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് വേർഷനാണ് പറയുന്നത്. അതായത് എങ്ങനെയോ കൈ കഴുകിയപ്പോഴോ വാ കഴുകിയപ്പോഴോ ഗ്ലാസ് കഴുകിയപ്പോഴോ നമ്മളൊരു അച്ചാർ എടുക്കാൻ വേണ്ടിയിട്ട് കഴുകുന്ന സ്പൂണിലൂടെയോ എന്നിലേക്ക് എത്തിയ എച്ച് പൈലറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ എൻ്റെ ശരീരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അത് അസിഡിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിച്ചു. അതൊരു റിഫ്ലക്സ് ഉണ്ടാക്കി, അതെൻ്റെ ഈസോഫാഗസിനെ ബാധിച്ചു. അതൊരു ഇൻഫെക്ഷനായി, അത് ലങ്സിൽ കയറി ഫ്ലൂയിഡായി, മൊത്തത്തിൽ സ്പ്രെഡായി. അങ്ങനെ ഞാൻ എത്തിയൊരു സ്റ്റേജിലേക്ക് എത്തി. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ഒരു ചെറിയ ചുമയാണെങ്കിലും ഒരു ചെറിയ തുമ്മലാണെങ്കിലും അതിനൊരു 2 ദിവസം നമുക്ക് വിടാം, ഒരാഴ്ച വരെ വിടാം. അതിന് ശേഷവും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിസ്ക് എടുക്കരുത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രീ കൊറോണ, ഒന്ന് പോസ്റ്റ് കൊറോണ. കൊറോണയ്ക്ക് ശേഷം നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ എന്തൊക്കെ പെർഫെക്റ്റാണ്, എന്തൊക്കെ ആ ഒരു കൊറോണ എന്ന് പറയുന്ന അവസ്ഥ ബാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, എനിക്കിത് സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ? എൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ പരിപാടിക്ക് ഞാൻ പോയിട്ട് ഡാൻസ് കളിക്കുമ്പോഴായിരിക്കും ഞാൻ ഹാർട്ട് ഫെയിലിയറായിട്ട് വീഴുക. ഞാൻ ജിമ്മിൽ ട്രെഡ്മില്ലിൽ ഓടുമ്പോഴായിരിക്കും വീഴുക. ഞാൻ വെയിറ്റ് എടുക്കുമ്പോഴായിരിക്കും വീഴുക. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരം ചെക്കപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങളെ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ കടന്നു വന്ന വഴിയാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഹെൽത്തി ആണോ നിങ്ങൾ ബോധ്യപ്പെടുക. ഇന്ന് ഈ മൊമെൻറ്റിൽ എൻ്റെ എല്ലാ ഓർഗൻസും വർക്കിംഗ് ആണ്, ഓക്കെ ആണ്, എനിക്കത് അറിയാം. ഞാൻ ഫുൾ ചെക്ക് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ, ഈവൻ MRI വരെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. സോ MRI ചെയ്യണം എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന് ഒരു ചെക്കപ്പ് ചെയ്യണം. നമ്മുടെ ശരീരം ഒരു 35+ കടക്കുമ്പോൾ
ഇനി എന്തായാലും ഒരു 35 വർഷം കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച്. 35ഒക്കെ ലോട്ടറിയാണ് കിട്ടിയാൽ. ഇനിയുള്ള ആ സമയം നമുക്ക് ഒരു ബസ്സിൻ്റെ പിന്നിൽ ധൈര്യമായിട്ട് ഓടണമെങ്കിൽ, നമ്മുടെ കുട്ടീൻ്റെ പിന്നാലെ ഒന്ന് കളിച്ചിട്ട് ഓടണമെങ്കിൽ നമ്മളൊന്ന് ഹെൽത്തി ആയി ഇരിക്കണം. അങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളുടെ കുറച്ച് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, മദ്യപിക്കേണ്ട, സിഗരറ്റ് വലിക്കേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത്. സപ്പോസ് ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. എല്ലാ മദ്യപാനികൾക്കും ഈ പ്രശ്നമുണ്ടോ, എല്ലാ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന വിഷയങ്ങളാണെങ്കിൽ കൺട്രോൾ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബ്രീത്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഞാൻ അനുഭവിച്ച ഒരാളാണ്. സോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ചുമ ഉണ്ടാവാൻ പാടില്ല. ഇഷ്ടമുള്ള അത്രയും ശ്വസിക്കാൻ നമുക്ക് ശ്വാസമുട്ടുണ്ടാകാൻ പാടില്ല. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം അതാണ്.